അവരാണ് ശുദ്ധമായ മതം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഭീകരതയാണ്. ശുദ്ധമായ മതം ഭീകരതയോ? നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശുദ്ധമായ മതം ഭീകരവാദത്തിലേക്ക് പോകുന്നുണ്ടെന്ന്. ശരിക്കും ശുദ്ധമായ മതം, മതത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ, അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും മതം, ഇസ്ലാം മതം എന്നുള്ളത് കരുണയുടെയും സമാധാനത്തിന്റെയും മതമാണെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മതം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച, ജീവിച്ചു കാണിച്ച മതം, അതാണ് ഇസ്ലാം. നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുമ്പോൾ അവനെ ഉപദ്രവിക്കണമെന്നോ അവനെ തല്ലണമെന്നോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ആ വ്യക്തിയെ മോശമായി തന്നെ പറയണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, ഗുരുനാഥന്മാരെ എങ്ങനെ നമ്മൾ അനുസരിക്കണം, ഇതൊക്കെ പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ആദരിക്കേണ്ടവരെ ആദരിക്കാനും നമ്മൾ സഹായിക്കേണ്ടവരെ സഹായിക്കാനും ഇതൊക്കെ പ്രചോദനം നൽകുന്ന മതമാണ് ഇസ്ലാം. പഠിക്കാതെയും വിവരം എന്നുള്ളത് തൊട്ടു തീണ്ടാത്തവരും എന്തൊക്കെയോ പറയുന്ന സമയത്ത് അത് കൊണ്ടു നടക്കാൻ എത്രത്തോളം നമുക്ക് ഒരു സമുദായത്തെ താറടിക്കാൻ പറ്റുമോ അത്രത്തോളം ആ സമുദായത്തെ താറടിക്കണം എന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ കമന്റ് ഒന്ന് നോക്കണം, എത്ര കമന്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ കമന്റുകൾ, എത്രയോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.